ഇന്നത്തെ വീഡിയോയിലേ ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ച കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ കാണിച്ചു തരാവേ. ഒരു വർഷം മുമ്പേ ഞാനൊരു അമ്പഴവും പിന്നെ ഒരു ബുഷ് ഓറഞ്ചും വാങ്ങിച്ചു വെച്ചേ. അത് വാങ്ങിച്ചു വെച്ച് ഒരു വർഷം ആകുന്നതിന് മുൻപേ തന്നെ അതിൽ ഇഷ്ടം പോലെ കായ പിടിച്ച്. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിലാണ് ഈ ബാക്കി തൈകളൊക്കെ വാങ്ങിച്ചു വെച്ചത്. അപ്പോൾ താഴെ വെക്കാൻ സ്ഥലം കുറവായതുകൊണ്ട് എല്ലാം ടെറസിൻ്റെ മുകളിലാണ് വെച്ചത്. 2 ദിവസത്തെ ജോലിയാണ് ഇത് ഇത്രയും വെക്കുന്നത്. അപ്പോൾ മുകളിൽ വെച്ചോട്ട് തന്നെ വെയിറ്റ് കുറഞ്ഞ മാർഗ്ഗം, അതായത് കൂടുതൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കരിയിലയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണമെങ്കിലോ. അപ്പോൾ എന്തൊക്കെ ഫ്രൂട്ട്സാണ് വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ മിറാക്കിൾ ഫ്രൂട്ടാണ്. അതെല്ലാവർക്കും അറിയാമായിരിക്കും. അതിൻ്റെ ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ വേറെ പുളിയോ കയ്പോ ഉള്ള എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് നമ്മുടെ വായിൽ മധുരം തോന്നും. അത് കഴിഞ്ഞ് അവക്കാഡോ, പിന്നുള്ളത് ചാമ്പ, പിന്നെ ഇതാ ഞാൻ പറഞ്ഞ അമ്പഴവും ബുഷ് ഓറഞ്ചും. ഇത് താഴെ ഇരുന്നതാണ്. ഇതിനെ പാട് വെട്ട് മേളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അമ്പഴമാണെങ്കിൽ കട്ട് ചെയ്യുന്നിടത്തുനിന്ന് പെട്ടെന്ന് തന്നെ പൂ വന്നിട്ട് വീണ്ടും പിടിക്കാറുണ്ട്. പിന്നെ ഇത് സപ്പോട്ടയാണ്. ഇത് ചെറിയ ചെറിയ കാ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ അടുത്തത് സീഡ്ലെസ് ലെമണാണ്. ഇതെല്ലാം ഞാൻ പലരുടെയും പല വീഡിയോസും കണ്ടിട്ട് വാങ്ങിച്ച് വെച്ചതാണ്, പലയിടത്തും പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ട്. അടുത്തത് തായ്വാൻ പിങ്ക് പേരയാണ്. പിന്നുള്ളത് ബെറാപ്പിളാണ്. ഇതെല്ലാം കൂടാതെ ഞാൻ ക്യൂർ ഓഫ് ഫ്രൂട്ട്സ് എന്നറിയപ്പെടുന്ന മാംഗോസ്റ്റിനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ ഡ്രമ്മിലല്ല വെച്ചത്, അത് മണ്ണിലാണ് വെച്ചത്. അത് ഞാൻ പിന്നെ എപ്പോഴേലും കാണിച്ചു തരാവേ. അപ്പോൾ ഇതിലെല്ലാം ഫ്രൂട്ട്സ് പിടിക്കുന്നതും ഇതിൻ്റെ ഗ്രോത്തും എല്ലാം ഞാൻ എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമേ അടുത്ത ദിവസം കാണാം.